വേദപ്രയാഗ് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ 3 വൈസ് ചാൻസലർമാർക്ക് എതിരെ ഉള്ള ആരോപണങ്ങളാണ് വലിയ വിഷയമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു കളിയാടുന്നത്. 3 വൈസ് ചാൻസലർമാർ ജനസമക്ഷം മാപ്പ് പറയണം എന്നാണ് നമ്മളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ, അതേപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ എന്നു തുടങ്ങി മന്ത്രിമാരെല്ലാവരും തന്നെ ഈ അഭിപ്രായക്കാരാണ്, പ്രതിപക്ഷവും. അപ്പോൾ ഇതിന് ആസ്പദമായ സംഭവം എന്തായിരുന്നു എന്നൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് RSSൻ്റെ സർസംഘചാലകമായിട്ടുള്ള പൂജനീയനായ ശ്രീ മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു ചടങ്ങിൽ അവിടേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട്, ശ്രോതാക്കളായിട്ട് 500 പേരെയാണ് RSS വിളിച്ചിരുന്നത്. അവരിൽ 3 പേരായിരുന്നു ഈ വൈസ് ചാൻസലർമാരും. ഇതിനോടനുബന്ധിച്ച് അവിടെ നടന്നിരുന്ന ഒരു കാര്യം, യാതൊരുവിധ ജിഹാദികളും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പോരായികയായിട്ടാണ് പൊതുജനം കാണുന്നത്. അല്ല എങ്കിൽ UDF കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊതുജനത്തിൻ്റെ കുറ്റമല്ല, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുറ്റം മാത്രമാണ്. കാരണം ഇങ്ങനെ പറയാനുള്ള ഒരേ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് UDFകാർക്ക് ഓർമ്മയുണ്ടാവുന്ന ഒരു കാലമുണ്ടാവും. 2013 മെയ് 13 ഹൈദരാബാദിൽ അന്ന് UPA ഭരണത്തിലിരിക്കുന്ന സമയത്ത് വളരെ രഹസ്യാത്മകമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന IPS ഉദ്യോഗസ്ഥർക്കും അതേപോലെ സേനാംഗങ്ങൾക്കും പ്രധാനപ്പെട്ട ഓഫീസർമാർക്കെല്ലാവർക്കും അവിടെ സഖീർ നായിക് എന്ന് പറയുന്ന ഒരു രാജ്യം വിലക്കിയിരുന്ന ഒരുത്തനെ. കാരണം അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദിപരമായ കാര്യങ്ങളല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് ഒരറിവില്ല. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ക്ലാസ് എടുക്കാനായിട്ട് 12 ക്ലാസ് നടന്നു. ഈ 12 ക്ലാസ്സുകളിലെ വിഷയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിഹാദ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്നുള്ള വിഷയത്തിനെ സംബന്ധിച്ചായിരുന്നു ക്ലാസ് എടുക്കുന്നത്. ഇത് പഠിച്ചതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് പിന്നീട് ഭാരത് രത്നയോ അല്ലെങ്കിൽ കീർത്തി ചക്രയോ കിട്ടിയ ചരിത്രമൊന്നും നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. ഭാരതത്തിലെ ഒരു പൗരൻ പോലും ഇത് കേട്ടിട്ടുമില്ല. എന്നാൽ എന്തിനു വേണ്ടി ഇത് നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ UDFും LDFുമാണ്. കാരണം അന്ന് ഭരണം നടത്തിയിരുന്നത്, ഹൈദരാബാദിൽ ഭരണം നടത്തിയിരുന്നത്, സംസ്ഥാന ഭരണം അന്ന് ആരായിരുന്നു? അന്ന് UPA മന്ത്രിസഭയായിരുന്നു. അതുകൊണ്ട് ഇത് RSSുമായോ BJPയുമായോ ബന്ധപ്പെട്ടതല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന യാതൊരുവിധ വയലേഷൻസും ഈ 3 VCകൾ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടുത്തെ നിയമപണ്ഡിതരായിട്ടുള്ള ആളുകൾ ഇവിടെ പൊതുജന സമക്ഷം വെച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വരെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. എന്താണ്? അവരുടെ പേഴ്സണലായിട്ടുള്ള തീരുമാനപ്രകാരം അവർക്ക് പങ്കെടുക്കാവുന്നതിൻ്റെ പ്രോട്ടോക്കോൾ, അതിൽ അവരുടെ പേഴ്സണലായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം, അവർക്ക് പേഴ്സണലായിട്ട് പഠിക്കേണ്ട കാര്യം, പേഴ്സണലായിട്ട് ബന്ധമുള്ള ആളുകളെ സന്ദർശിക്കേണ്ട കാര്യം, ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് വരുന്നതല്ല ഇത്. മാത്രവുമല്ല, RSSൻ്റെ സർസംഘചാലകായ മോഹൻ ഭാഗവത് വന്നിട്ടുള്ള പ്രോഗ്രാമിൽ നിങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള പ്രോട്ടോക്കോളും ഇന്ന് വരെ എഴുതി ചേർത്തതായിട്ട് ചരിത്രം പറയുന്നില്ല. അവിടെ UDFന്, നമ്മുടെ മന്ത്രിമാർക്കും പ്രതിപക്ഷങ്ങൾക്കും തോന്നിയ ഒരു കുറവ്, അവിടെ RSSൻ്റെ പരിപാടിയാണ്, അതിനകത്തേക്ക് കയറി ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് ചാൻസലർമാർ പോലെയുള്ള ആളുകൾക്ക് മോശമാണ് എന്ന് നിങ്ങൾക്കൊരു തോന്നുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആലോചനയുടെ പ്രശ്നം മാത്രമാണ്, നിങ്ങളുടെ ബുദ്ധിയുടെ പ്രശ്നം മാത്രമാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം മാത്രമാണ് എന്നാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ RSSനെ പഠിക്കുന്നു എങ്കിൽ അതിന് RSSൽ വന്നേ പറ്റൂ. നിങ്ങൾക്ക് പുറത്തിരുന്നു കൊണ്ട് ഒരു RSSനെ പഠിക്കാനായിട്ട് കഴിയില്ല ഒരാൾക്കും.
അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയുടെ ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന അദ്ദേഹം വന്ന് ഒരു ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, മാത്രവുമല്ല പ്രത്യേകിച്ച് പറയണം, നമ്മുടെ റഹീമിനെ പോലെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശനം മിക്കവാറും പറഞ്ഞിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് നടത്തിയ ക്ലാസ് നല്ല സ്ഫുടമായ ഇംഗ്ലീഷിലായിരുന്നു. നമ്മൾ കണ്ടതാണല്ലോ റഹീമിൻ്റെ ഇംഗ്ലീഷൊക്കെ. മാത്രവുമല്ല ചില വാഴക്കൊലകൾ എഴുതി PhD വാങ്ങിച്ചിട്ടുള്ള ആളുകളുടെ ഇംഗ്ലീഷൊക്കെ നമ്മൾ പല ഇംഗ്ലീഷുകളും കാലങ്ങൾ കുറച്ചായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പഴയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വെല്ലിച്ചൻ്റെയും എല്ലാവരുടെയും ഇംഗ്ലീഷൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മലയാളികളായ ആളുകൾ എല്ലാവരും ലോകം മുഴുവൻ കേട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഇവിടുത്തെ ഇംഗ്ലീഷ് അങ്ങനെ ആയിരുന്നില്ല. കേട്ട എല്ലാവർക്കും, ഈ 500 പേർക്കും അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവർക്കും കൃത്യമായി കാര്യം മനസ്സിലായി. ബബ്ബെ എന്നുണ്ടായിരുന്നില്ല. ഇനി അതാണൊരു പ്രശ്നമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെയോ RSS എന്ന സംഘടനയോടോ പ്രശ്നമല്ല, നിങ്ങളുടെ അറിവുകേട് മാത്രമാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരും. കാരണം അതാണ് യാഥാർത്ഥ്യം. ഇനി ഇവരാരും കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളുകൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണി മുഴക്കിക്കൊണ്ട് വാട്സാപ്പ് സന്ദേശം നടത്തി അതിനകത്ത് പങ്കെടുപ്പിച്ച അതുപോലെ അല്ല RSSൻ്റെ ഈ പരിപാടി. ഇത് പ്രത്യേകിച്ച് LDFകാരനോട് പറയാനുള്ള കാര്യമാണ്. അങ്ങനെയേ അല്ല സഖാക്കളെ. ഇത് വളരെ കൃത്യമായി വിശകലനം ചെയ്ത് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്ന് കൃത്യമായി ഒരു ധാരണയുണ്ടാക്കി അവരെ എല്ലാവരെയും മാന്യമായ രീതിയിൽ വിളിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് പങ്കെടുത്ത് കാര്യങ്ങൾ അറിഞ്ഞു പോയ ഒരു ചടങ്ങായിരുന്നു. ഇനി ഏറ്റവും കൃത്യമായിട്ട് അറിയേണ്ടത്, പൂജനീയനായ ഭാഗവത്ജി ഇദ്ദേഹത്തെ ഒരു VIP എന്നുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഫുൾ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വഴിയൊരുക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കേണ്ടതും കേരള ഗവൺമെൻറ്റിൻ്റെ ചുമതലയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസാണ് ഇത് ചെയ്തു കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു ജിഹാദി ആയിരുന്നില്ല. അദ്ദേഹം ഭാരതത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഭാരതീയനായ ഒരു പൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കേരളത്തിലേക്കോ ലോകത്തിലെവിടേക്കോ വിലക്കുകളില്ല യാത്ര ചെയ്യുവാൻ. മാത്രവുമല്ല അദ്ദേഹം ഒരു കരിമ്പട്ടികയിൽപ്പെട്ടതോ അല്ല എങ്കിൽ ഒരു ക്രിമിനൽ കേസ് ആയിട്ട് പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന വ്യക്തിയോ അല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ ന്യായമെങ്കിലും ഇതിന് വേണ്ടേ? RSSൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു, അവിടേക്ക് നിങ്ങൾ പോവരുത്, അതാണോ? അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് മാഷേ RSS. അതും ഇതൊരു സാംസ്കാരിക സംഘടനയാണ്. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല, ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല, രാഷ്ട്രീയമായി യാതൊരുവിധ പിൻബലവും ഇല്ലാത്ത ഒരു സന്നദ്ധ സംഘടനയാണ് RSS. പിന്നെ എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ ഒറ്റ ഉത്തരം മാത്രമേ അതിനുള്ളൂ. അവിടെ മാപ്പ് പറയേണ്ടിയിരുന്നത് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന 2013 മെയ് 13 നടത്തിയ ആ ജിഹാദിനെ പറ്റിയുള്ള ക്ലാസ് എടുത്ത അന്നായിരുന്നു ഇതിനു വേണ്ടി ആദ്യം മാപ്പ് പറയേണ്ടിയിരുന്നത്. ഇന്നല്ല. ഇന്നത്തേത് മാപ്പല്ല അർഹിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരം വന്നത് കുടുംബത്തെ പറ്റിയായിരുന്നു, കുടുംബത്തിലെ കാര്യങ്ങളെ പറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ജിഹാദ് അല്ല ഇന്ന് നടക്കുന്നത്, അന്നത്തെ ഭരണമല്ല ഇന്ന് നടക്കുന്നത്, അന്നത്തെ പ്രധാനമന്ത്രി അല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ ദേശസ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഓരോ ഭാരതീയൻ്റെയും മനസ്സിലേക്ക്
എന്തെങ്കിലും കുൽസിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ദേശസ്നേഹത്തെയോ അവൻ്റെ സത്യസന്ധതയോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്കുള്ള മറുപടി ഈ ഓരോ ഭാരതീയനും ഓരോ കേരളീയനും തിരിച്ചു തരുന്നതായിരിക്കും. അത് ഏത് മന്ത്രിയായാലും എത്ര വലിയ പ്രമുഖനായാലും.